നമസ്തേ. നമസ്തേ. എന്ത് മര്യാദയുള്ള സ്ത്രീ. സ്ത്രീ എന്ന് പറയുമ്പോൾ വിളിക്കാൻ പാടില്ലെന്ന് സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന്? നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്? ഇവർ ചെയ്ത കാര്യങ്ങൾക്ക് പഴയൊരു വീഡിയോ കണ്ടോ? നമുക്ക് കണ്ടോക്കാം. കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ മോൾ മത്സരത്തിന് പോകണ്ട. പഠിച്ച നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കും. പുതിയ ഇതുപോലെ തന്നെ അവരുടെ അതേ സ്വഭാവം മാറ്റൊന്നുമില്ല. കണ്ടോക്കാം. ഞാൻ കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അത് എല്ലാവർക്കും അറിയാലോ. അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് നിങ്ങളും സാധാരണക്കാരും നമ്മൾ വ്യത്യാസം. നിങ്ങൾക്ക് അതൊരു വിദ്വേഷമായിട്ടോ വിവാദമായിട്ടോ മോശമായിട്ട് തോന്നിയില്ല. നിങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റമില്ല. ഈ കലയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് പറയാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന് മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാത്തിനും എൻ്റെ കൂടെ എൻ്റെ ദൈവങ്ങൾ തന്നെയാണ്. അല്ല, നിങ്ങൾ ദൈവത്തിന് പിടിക്കണം. ദൈവം ഈ ലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം നൽകും. ദുഷ്ടനായാലും ആർക്കും ദൈവം അനുഗ്രഹം നൽകും. അതാണ് ദുഷ്ടമാല പനപോലെ വളർത്തുമെന്ന് പറയുന്നത്. ഈ ലോകത്ത് എല്ലാ ദുഷ്ടത്തിലും ചെയ്യുന്ന എല്ലാവരും ദൈവത്തേക്ക് സപ്പോർട്ട് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ അവരൊക്കെ പനപോലെ വളരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് വർത്താൻ വേണ്ട. ദൈവത്തിന് അനുഗ്രഹമല്ല, നിങ്ങളെ ചെയ്ത് ദൈവനിഷേധം തന്നെയാണ്, ദൈവത്തിന് നിരക്കാത്ത തന്നെയാണ്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ. അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത്. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ട് വരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന്? നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്? നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീ എന്ന് വിളിക്കാൻ പാടില്ല. ഇവരെന്താ വിളിക്കേണ്ടത്? ഇവരെന്താണ് സംസാരിക്കുന്നത്? ഒരാളെ ബോഡി ഷേമിങ്, നമ്മൾ ഒരാളുടെ എന്തിലൊക്കെ ഒരു ഇതിനെ വിളിച്ച് പറയുകയാണ്. നല്ലൊരു നടിയും കൂടിയാണ്. മറിമായ എന്നൊരു പരിപാടിയിൽ നമ്മളൊക്കെ ആസ്വദിച്ച മണ്ടോദരി എന്ന പേരിലാണ് അവരത് അറിയപ്പെടുന്നത്. അവർക്ക് എന്താണ് ഒരു കുഴപ്പം? നല്ല രീതിയിൽ അവർ ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, പ്രായമുള്ളവരായിട്ട് അഭിനയിക്കുന്നുണ്ട്, ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരുടെ വേഷങ്ങൾ അവർ ഭംഗിയായിട്ട് അഭിനയിച്ചു. പക്ഷെ അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാര്യം എന്നെ എന്തൊക്കെ പറഞ്ഞത് അവളൊന്നും നമ്മൾ സ്വിച്ച് ചെയ്യിക്കേണ്ട. ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ കലാകാരിയാണേ, എന്നെ താഴ്ത്തിക്കെട്ട് നീ വലുതായി. പ്രായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയില്ല നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത്. നീ വലിയ ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം? നിങ്ങൾ വലിയ ആർട്ടിസ്റ്റാണ് നിങ്ങളുടെ വിചാരം. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ വലുതാണ്, മറ്റുള്ളവർക്ക് താഴെയാണ്, അല്ലേ? അതാണ് നിങ്ങൾ അന്ന് പറഞ്ഞത്. കറുപ്പ് കൊള്ളൂല, കറുത്ത അമ്മമാർക്ക് കറുത്ത പിള്ളേരെ ഉണ്ടാവുള്ളൂ. എന്തൊക്കെ അപവാദം ഉണ്ടായത്? നിനക്ക് അതിനകത്ത് വേറൊരു പേരാണ്. നിന്റെ പേര് പോലും അല്ലല്ലോ മറിമായത്തിൽ. നിനക്ക് പറ്റിയ പേരെന്നെ, നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേരെ നിനക്ക് കിട്ടേക്കണം. അവർ ഉണ്ടോ? ഇവർ ശരിക്കും വിഷയം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞാണ്. അവരുടെ ശരീരം അവരുടെ എന്തോ ഒക്കെ പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്ക് വണ്ണമുള്ളതാണ് പ്രശ്നം. വണ്ണമുള്ളവരും ക്ഷീണിച്ചവരൊക്കെ ഉണ്ട്. അവരെ കളിയാക്കി വളരെ മോശമായ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഒരുപാട് പ്രായമുള്ള ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സ്ത്രീ എന്ന് വിളിക്കാൻ പാടില്ല. ഇവരെന്താ വിളിക്കേണ്ടത്? ഒരു തനി മാർക്കറ്റിംഗ്, തനി ചന്ത സംസാരിക്കുന്ന ഒരു സ്ത്രീ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അറിയാതെ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അവർ പറയുന്നത് ഭൂതന അങ്ങനെ പറഞ്ഞ പ്രശ്നമാവോ? ഇവർ പറയുന്ന വായിന്ന് വന്നത് ഇവരുടെ സംസ്കാരമാണ്. പഴയ ആ ഒരു സവർണ്ണ മേധാവിത്വം ഉണ്ടല്ലോ, ആ രീതിയിലാണ് അവർ. ഞങ്ങൾ എന്തോ വലുതാണ്, ഞങ്ങൾ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്, ഞങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വിളിച്ച് പറയാമെന്നുള്ള രീതിയിൽ വളരെ മോശമാണ് നിങ്ങളുടെ സംസാരം. നിങ്ങളുടെ സംസ്കാരമാണ് ആ വായിന്ന് വന്നത്. നിങ്ങൾ മൊത്തം കണ്ടാൽ നിങ്ങളൊരു അഹങ്കാരത്തിൽ ഇങ്ങനെ വെച്ചുണ്ടാക്കിയൊരു രൂപം മാത്രം. തീർച്ചയായും നിങ്ങൾ ദൈവം ഒന്നും സംരക്ഷിക്കുള്ളൂ, നിങ്ങൾ അനുഭവിച്ചു തന്നെ പോകുള്ളൂ.